ശാസ്ത്ര സാങ്കേതിക മേഖലയിലും അതേപോലെ തന്നെ മാനവീയ വിഷയങ്ങളിലൊക്കെ ഒരു ഇടകലർന്നിട്ടുള്ള പ്രോഗ്രാംസ് കൊടുക്കുന്ന മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് കുസാറ്റ്. നമ്മുടെ കൊച്ചിയിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കുസാറ്റ്. അപ്പോൾ അതിൻ്റെ 2024 വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു പ്രവേശനം ലഭിക്കാൻ വേണ്ടുന്ന മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കുമായി കോളേജുകാരായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള 11ഓളം BTech പ്രോഗ്രാംസിന് അതുപോലെ തന്നെ 7ഓളം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകൾ, ഇതിനു പുറമെ 9 ലാറ്ററൽ എൻട്രി, അതായത് എഞ്ചിനീയറിങ്ങിൻ്റെ വിവിധങ്ങളായിട്ടുള്ള 9 പ്രോഗ്രാംസിലേക്ക് 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ഇയർ ആയിട്ട് പഠിക്കാനുള്ള അവസരം, 3 ഡിഫറൻ്റ് ആയിട്ടുള്ള LLB പ്രോഗ്രാമുകൾ, UG പ്രോഗ്രാമുകൾ, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, കമ്പ്യൂട്ടർ സയൻസിലടക്കമുള്ള പ്രോഗ്രാം ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിനു പുറമെ ഒരു BVOC പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ 33ഓളം മാസ്റ്റേഴ്സ്, വിവിധങ്ങളായിട്ടുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്. അതിനു പുറമെ 16 MTech പ്രോഗ്രാംസ് ഉണ്ട്. ഇതിന് പുറമെ ഇവിടെ ഷോർട്ട് ടേം കോഴ്സുകൾ 11ഓളം വരുന്ന ഷോർട്ട് ടേം കോഴ്സുകൾ, അതുപോലെ തന്നെ പോസ്റ്റ് ഡോക്ടറേറ്റ് കോഴ്സുകൾ, PDF ടൈപ്പ് കോഴ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധ മേഖലയിൽ നിന്നുള്ള കോഴ്സുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് കുസാറ്റ്. അപ്പോൾ കുസാറ്റിൻ്റെ അഡ്മിഷൻ്റെ പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് ഇവിടെ നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന കുസാറ്റ് കാറ്റ് ആണ്. ഇതിന് പുറമെ വിവിധങ്ങളായിട്ടുള്ള മൊത്തം 6ഓളം വിവിധ എൻട്രൻസുകൾ വഴിയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് കുസാറ്റിൻ്റെ കാറ്റ്. ഇനി നിങ്ങൾ MBA അഡ്മിഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ IIMൻ്റെ കാറ്റോ അല്ലെങ്കിൽ CMATO അല്ലെങ്കിൽ KMATO നിങ്ങൾക്ക് എഴുതേണ്ടി വരും. ഇനി എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ പ്രോഗ്രാംസിനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഗേറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഇനി ഗേറ്റ് വഴി അഡ്മിഷൻ മുഴുവനായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തുന്ന ഇവിടുത്തെ ഒരു എൻട്രൻസ് ഉണ്ട്, ഡാറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ അഡ്മിഷൻ ടെസ്റ്റ് വിവിധ കോഴ്സുകൾക്ക്, പോസ്റ്റ് ഡോക്ടർ കോഴ്സുകൾക്കും അതുപോലെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, PhD പ്രോഗ്രാംസ്, ഇതിനൊക്കെ തന്നെ ഈ ഡാറ്റ് എന്ന് പറയുന്ന ഈ അഡ്മിഷൻ രീതിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെയുള്ള മാരിടൈം കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ IMU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന CET പ്രോഗ്രാം എഴുതിയിട്ട് അതിനകത്ത് വാലിഡ് ആയിട്ടുള്ളൊരു റാങ്ക് നിങ്ങൾ നേടിയിരിക്കണം. MTechലുള്ള മാരിടൈം ബയോടെക്നോളജിയിലേക്ക് നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ GAT-B എന്ന് പറയുന്ന ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ബയോടെക്നോളജി എന്ന് പറയുന്ന ഈ എൻട്രൻസ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ലാറ്ററൽ എൻട്രിയിലേക്ക് വേണ്ടിയിട്ട്, അതായത് 3 വർഷം നീണ്ട ദൈർഘ്യമുള്ള സെക്കൻഡ് ഇയർ ആയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിലേക്കാണെങ്കിൽ ഇവരുടെ ലാറ്ററൽ എൻട്രൻസും നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ 6ഓളം വിവിധ എൻട്രൻസ് പ്രോഗ്രാം വഴിയാണ് ഇവിടങ്ങളിലുള്ള പ്രവേശനത്തിനുള്ള അർഹത ലഭിക്കുന്നത്. പിന്നീട് കൗൺസിലിംഗ് മറ്റു കാര്യങ്ങൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാറ്റ് എക്സാം നടക്കുന്നത് മെയ് 10, 11, 12 ദിവസങ്ങളിലാണ്. ഇത് പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴി നടത്തുന്നതാണ് കാറ്റ് പരീക്ഷ നടത്തുന്നത്. ഇത് CBT മോഡൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും തലസ്ഥാനത്ത് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇതിനുണ്ട്. ഇതിന് പുറമെ മംഗലാപുരത്തും ബാംഗ്ലൂരിലും ബോംബെയിലും അതുപോലെ തന്നെ ചെന്നൈയിലും ഡൽഹിയിലുമുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ബേസ്ഡ് കോഴ്സുകൾക്കൊക്കെ ആണെങ്കിൽ ലക്നൌവിലും ഒക്കെ സെൻറ്റർ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ സെൻറ്ററുകൾ നമ്മൾ നൽകുന്നതാണ്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1200 രൂപയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടെസ്റ്റ് കോഡുകൾ, വ്യത്യസ്തമായിട്ടുള്ള കോഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ അഡീഷണൽ ആയിട്ട് ഓരോ പേപ്പറിന് അടയ്ക്കേണ്ടതുണ്ട്. കേരളത്തിലെ SC ST വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് 1100 രൂപയ്ക്ക് പകരം 600 രൂപ മതിയാകും. ഇനി ഗൾഫ് ജോലിക്കാരായിട്ടുള്ള ഇന്ത്യക്കാരുടെ മക്കൾക്കാണെങ്കിൽ 2 ടെസ്റ്റ് കോഡുകൾക്കാണെങ്കിൽ 6200 രൂപയാണ്. ഇതിനകത്ത് SC ST വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണെങ്കിൽ 5600 രൂപ മതിയാകും. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ജനറലിന് 500 രൂപയും 250 രൂപ SC ST വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മതിയാകും. NRI സീറ്റിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനെക്കാട്ടി 5000 രൂപ അഡീഷണൽ ആയിട്ട് വരും. അതുപോലെ ഇൻ്റർനാഷണൽ PIO സീറ്റിനാണെങ്കിൽ $110 ആണ് ഇതിൻ്റെ അപേക്ഷാ ഫീസ്. PhD പ്രോഗ്രാമുകൾക്ക് 1200 രൂപയാണ് വരുന്നത്. പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് 600 രൂപ മതിയാകും. ഓക്കെ, പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിനും മറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനും 150 രൂപയാണ് വരിക. പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് 50 രൂപ മതിയാകും. ഇവിടുത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഇവിടെയുണ്ട്. 50% സീറ്റ് ഇവിടെയുണ്ട്. എഞ്ചിനീയറിംഗ് മാത്രം അങ്ങനെ പ്രത്യേകിച്ച് ഇത് ചെയ്തിട്ടില്ല. മാസ്റ്റർ പ്രോഗ്രാമിനും 50% സീറ്റുണ്ട്. പക്ഷേ ഫീസ് അധികം ഉണ്ടാകും എന്ന് മാത്രം. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കാൻ വേണ്ടിയിരുന്ന മുഴുവൻ ഹെൽപ്പിനായിട്ട്
കോളേജുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങി ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. സീ യു.